ഇന്ന് നമ്മളൊരു ഹെൽത്തി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഒരു പൈനാപ്പിൾ അവക്കാഡോ സ്മൂത്തി. പൈനാപ്പിളും അവക്കാഡോ കൂടെ വരുന്ന ഒരു മിക്സിംഗ് ആണ്, കുറച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അളവ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് പൈനാപ്പിൾ മുറിച്ചെടുത്തതിന് ശേഷം അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നല്ല പഴുത്തിട്ടുള്ള ഒരു അവക്കാഡോ, നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള എടുക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഒന്ന് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു വലിയ 2 ഗ്ലാസ്സിലേക്കുള്ളൊരു ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്താൽ മതി കേട്ടോ. അവക്കാഡോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അതൊന്ന് ചെറുതായിട്ടങ്ങ് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ അവക്കാഡോ ഇതുപോലെ 2 പീസ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി എടുത്താൽ മതി. ഇപ്പോൾ അവക്കാഡോൻ്റെ അളവ് കുറച്ചിട്ട് പൈനാപ്പിൾ കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു യെലോയിഷ് കളറിലുള്ള ജ്യൂസായിട്ട് നമുക്ക് കിട്ടും. ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുത്താൽ മതി, ഫ്രഷ് ആയിട്ട് തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കറക്കി ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഫ്രഷ് ജ്യൂസ് ഒരു 1/2 കപ്പ്, കൂടുതലൊന്നും വേണ്ട, കാരണം നമ്മൾ അവക്കാഡായിട്ട് നിൽക്കുന്ന സമയത്ത് പുളി കൂടി പോകണ്ട. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് തേങ്ങാവെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് കിട്ടുന്ന വെള്ളം. അപ്പോൾ തേങ്ങാവെള്ളം എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ചില സമയത്ത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ചെറുപ്പം ഒരു പുളിച്ച സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ എടുക്കാൻ, നല്ലതാണെങ്കിൽ മാത്രം. പിന്നെ തേങ്ങാവെള്ളം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചാലും മതി. നമ്മൾ ഹെൽത്തി ജ്യൂസാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം, മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എടുക്കുക. തേനാവുന്ന സമയത്തും 1 ടേബിൾ സ്പൂൺ. നമ്മുടെ ഈ ജ്യൂസിലേക്ക് മധുരം തീരെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി വേർഷൻ ചെയ്യുന്ന സമയത്ത് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐസ് ക്യൂബ്സ്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണോ അത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു മിനിറ്റൊക്കെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക, കാരണം നമ്മൾ പൈനാപ്പിളും അവക്കാഡോ എല്ലാം കൂടെ മിക്സായി എല്ലാം നന്നായിട്ട് അരഞ്ഞു വരുന്നവരെ തന്നെ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇത്രയ്ക്കൊരു കട്ടിയോട് കൂടെ കുടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അടിച്ചൊരു നല്ലൊരു ജ്യൂസ് പോലെ കുടിക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ നമ്മൾ സ്മൂത്തി എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ചൊരു തിക്കിലായിട്ടായിരിക്കും കുടിക്കുന്നുണ്ടാവുക. അത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ബദാം ചെറുതായി മുറിച്ചെടുത്തത്, ഒരു 1-2 പിസ്ത ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ജ്യൂസ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്ത് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിലുള്ള സ്മൂത്തിയൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് വയറ് ശരിക്കും നല്ല ഫില്ലായിരിക്കും, കുറേ സമയത്തൊന്നും വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സാധാരണ ജ്യൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, കാരണം അത്രയ്ക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്